ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ വന്നപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടി കയറി ഇന്ന് സ്റ്റാർട്ടാവുമെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ടായില്ലെങ്കിൽ നമ്മൾ പെട്ടു ഗൈസ്. ഓ, സ്റ്റാർട്ടായി. ഒരു കുഴപ്പമില്ല, വണ്ടി സ്റ്റാർട്ടായി. വണ്ടി ഇവിടെ നിന്ന് ഇറക്കുന്ന ഇത്തിരി പാടാണ്. ഗൈസ്, വണ്ടി ഇത് കരിന്റെ മണ്ടായി കയറി. ഫ്രണ്ട് ടയറിൽ ഒരു കല്ല് കുടുങ്ങിപ്പോയി. ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു സ്കൂട്ടി കൊണ്ട് ലോക്ക് ചെയ്തെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് വണ്ടി എടുക്കാൻ പോയി. പിന്നെ ഒരു വിധത്തിൽ അവിടെ നിന്ന് വണ്ടി അങ്ങോട്ട് വേറെ സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. ഞാനേ വണ്ടിയിൽ എനിക്കൊരു സ്പോയിലർ വെക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരാളടുത്ത്, നമ്മളവിടെ കമ്പനിയിലുള്ള ഒരാളടുത്ത് സ്പോയിലർ വെക്കുന്ന കാര്യം ഇങ്ങനെ ചോദിച്ചു. എൻ്റെ വണ്ടിയിൽ സ്പോയിലറൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഈ വണ്ടിയിൽ സ്പോയിലർ ഒന്നും ഇപ്പോൾ വെക്കേണ്ട കാര്യമില്ല, ആദ്യം പോയി ഇത് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി എടുക്കാൻ, ഇത് സ്ക്രാപ്പഡ് വെഹിക്കിൾ പോലത്തൊരു വണ്ടിയായി പോയി, അതുകൊണ്ട് ആദ്യം പോയി വണ്ടി പണിഞ്ഞുകൊണ്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വണ്ടിയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. കാരണം സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അപ്പം പണികൾ കിട്ടും എന്നറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വണ്ടി വാങ്ങിച്ചത്. ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല, ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ തീർത്തു. പിന്നെ ചെറിയ 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 ഭാഗത്തൊക്കെ ചെറിയ പാച്ച് വർക്കൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ ചെയ്യും. കൂളിംഗ് ഗ്ലാസ് എടുത്തുവെച്ചാൽ ഇവിടെ കൂളിംഗ് ഗ്ലാസ്. ഇവിടെ മൊത്തം ഹമ്പാണ്. നമുക്ക് ദേഷ്യം വരും. ചെറപറ ഹമ്പാണ്. ഒരിത്തിരി നേരം നമുക്ക് ഗിയർ മാറാൻ പറ്റില്ല. മൂന്നാമത്തെ ഗിയറിൽ ഓടിക്കാൻ പറ്റില്ല. ഗ്ലാസ് വെച്ച് എങ്ങനെയുണ്ട്? ഗ്ലാസ് വെച്ച് ഇന്നലെ എനിക്ക് എണ്ണ അടിക്കാൻ പോകാൻ പറ്റിയില്ല. എണ്ണ കുറവാണ്. കാരണം ഇന്നലെ വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നല്ലോ. എന്നും അതുപോലെ ആവുമെന്ന് അറിയില്ല. സീറ്റ് ബെൽറ്റ് അടിക്കുന്നു. എന്താണ് വലിയൊരു വണ്ടി കിടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് വരത്തോണ്ടിരിക്കുന്നു. ഇവിടെ എനിക്കധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, ഇവിടെ ഇല്ല, നാട്ടിലുമില്ല. അതുകൊണ്ട് പക്ഷേ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞ് ഇങ്ങനെ വണ്ടി പിടിക്കുമ്പോൾ കൂടെ ആരൊക്കെയോ ഉള്ളതാണൊക്കെ തോന്നും. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് തോന്നുന്നില്ല. കാറിൽ ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് തോന്നുന്നില്ല. പ്രത്യേക ഒരു കോൺഫിഡൻസ്. അതുകൊണ്ടും കൂടെ ആണ് ഞാൻ പിന്നെ ഇതണക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചത്. വീണ്ടും ഗ്ലാസ് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ്സിന് എന്താ പറ്റും? ഞാൻ ബാഗിലിട്ടിരുന്നത് എൻ്റെ കാല് പോയെന്നാണ്. ബാഗിലിട്ടിരുന്നത് കാല് ഞെണിപ്പോയി. ഗ്ലാസ് അല്ലേ രണ്ടാമത്തെ സൈഡിലോട്ട് ചെരിഞ്ഞിരിക്കും. ഫോണ് നോക്കി. ഇവിടുത്തെ ആൾക്കാരെ മെയിൻ പരിപാടിയാണ് ഫോണ് നോക്കി വണ്ടി പിടിക്കും. ഫോണില്ലാതെ അവർക്ക് വണ്ടി പിടിക്കാൻ പറ്റില്ല. അവർക്ക് റോഡിൽ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫോണിൽ നോക്കണം. ഭയങ്കര അത്യാവശ്യമാണ്. റോഡിൽ അവർക്ക് നോക്കേണ്ട കാര്യമില്ല, പക്ഷെ ഫോണിൽ നോക്കണം. ഓട്ടോക്കാരൊക്കെ എങ്ങനെയാണ്? ബൈക്കുകാരും മെയിനാണ്. ഒരു ബൈക്കുകാരനാണ് ഇപ്പം അങ്ങനെ ഫോണിൽ നോക്കുന്നത്. ഓട്ടോക്കൊക്കെ ചെയ്യുന്നത് റോഡിൽ. എന്താണ് തട്ടിയത്? കല്ല് വന്ന് തെറിച്ച് കാറിൻ്റെ ബൈക്കിൽ. അങ്ങനെ നമ്മുടെ കാറൊന്ന് ചേഞ്ചായി. അപ്പോൾ കമ്പനിയിൽ വന്നോടനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വന്നോടനെ നമ്മൾ ഒരു കാറിൻ്റെ ബിഫോർ വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ്. കാർ ഏതാണെന്ന് നമുക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇവനാണ് ആൾ. ഇവൻ്റെ വീഡിയോ എടുക്കാനാണ് നമ്മൾ വന്നത്. Audi Q7. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും കമ്പനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. പിന്നെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തോ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.